തിരുവനന്തപുരം ജില്ലയിലെ കരകുളം പഞ്ചായത്ത് വേങ്കോട് വാർഡിലാണ് ഈ സംഭവം. സത്യഭാമ എന്നൊരു മുത്തശ്ശിയുണ്ട്. 9 വർഷം മുമ്പ് ഹരിതകർമ്മസേന രൂപീകൃതമാകുന്ന ആദ്യകാലങ്ങൾ മുതൽ വളരെ സജീവമായിരുന്ന ധാരാളം ഹരിതകർമ്മസേനയുടെ ഉപകാരങ്ങൾ നേടിയിട്ടുള്ള ഈ മുത്തശ്ശിയുടെ വീട് ചുറ്റും ഇപ്പോ ചവറ്റുകൂനയിലാണ്. എന്താണ് കാരണം? നമ്മൾ തിരക്കുമ്പോൾ അറിയുന്നത് ഈ മുത്തശ്ശിയും പഞ്ചായത്തും തമ്മിലുള്ള ഒരു സൗന്ദര്യ പിണക്കമാണ്. ആ വാർത്ത ഇങ്ങനെ: റോഡ് കാർ പോകുന്നൊരു വഴി വരുന്നുണ്ട്. അപ്പൊ അമ്മ മാത്രം ഇവിടെ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്ക്, ഈ വാർത്ത കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ അപ്പം റോഡ് ഇന്നാൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് കിടന്നതിനെ ഇതുവരെ കോരി പിന്നെ മണ്ണ് കൊയത്തി വെച്ച് ആ പരേടത്തിലോട്ട് എന്താണ് കൂടുന്നെടുക്കിട്ടെന്ന് വെച്ച് വേസ്റ്റ് അമ്മയുടെ ചെലവിൽ തന്നെ അവിടെ ഉള്ളൊരു പെട്ടി ഉണ്ടാതെ പൂട്ടി വെച്ചിരിക്കുകയാണ് പഞ്ചായത്ത്. അമ്മയുടെ ചെലവില്, അവരുടെ ചെലവില് 400 500 അല്ലെങ്കിൽ 800 രൂപ എത്രയാന്ന് വെച്ചാൽ മുടക്കി അവർ ആ പെട്ടിയിൽ കൊണ്ട് ഇടും. പക്ഷെ അത് പൂട്ടി വെച്ചിരിക്കുന്നു. അവർക്ക് അതിൻ്റെതായിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. അതാണ് ഇപ്പൊ ഈ ചവറ്റുകൂന ഇങ്ങനെ നിൽക്കാൻ കാരണം. ഞാൻ സമരത്തിന് പോകാൻ പോണു. എനിക്ക് 9 വർഷം ജോലി ചെയ്ത് അതിന് എനിക്ക് 5 ലക്ഷം രൂപ പരിഹാരം തന്നാൽ അത് ഞാനങ്ങ് മാറിക്കൊടുക്കാം. അതിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു തൊഴിലാളി ജീവിക്കും. ഇവിടെ ഒരു കടയിട്ടിരുന്നും ജീവിക്കും. ഒരുവൻ 5 ലക്ഷം രൂപ അവർ തരട്ടെ. ആരോ ആണോ കൈക്കൂലി കൊടുത്തവർ കയറ്റിക്കോട്ട്. ഈ അമ്മ അവർ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുകയാണ്. ഉറ്റവരും ഉടയവരും പരിസരവാസികളും ഒന്നും ഇപ്പൊ ഇല്ലാത്ത പോലെയാണ്. എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വിരോധത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒറ്റപ്പെട്ട് താമസിക്കുന്ന അവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ചവറ്റുകൂന ഇവിടെ നിന്ന് മാറുകയും വേണം. അവർക്ക് ഡെയിലി അന്നത്തിന് വേണ്ടിയിട്ടുള്ള അർഹമായ, അവർ പറയുന്ന നീതി പോലെ നീതിയുക്തമായ രീതിയിൽ അവർക്ക് ഒരു വരുമാനം ഡെയിലി കിട്ടുകയും വേണം എന്നാണ് പറയുന്നത്. പിന്നെ ഈ റോഡിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ റോഡ് അവിടെ നിന്ന് വരുന്ന ഒരു കാർ പോകുന്ന വഴിയാണ്. ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അമ്മയെ സംബന്ധിച്ച് ഇരുവശത്തൊന്നും ഒരുപോലെ എടുത്തിരുന്നുവെങ്കിൽ അവർക്ക് പരാതി ഉണ്ടായിരുന്നില്ല. അവരുടെ ആശുപത്രി പയ്യ നേരം കൊണ്ടാണ് 4 ചുറ്റുമുള്ള മതിലിടിച്ചത്. കുടിയിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. മതിലൊക്കെ അവര് തന്നെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ പഞ്ചായത്താണ് ഇടിച്ചത്. പഞ്ചായത്തുകാരും നാട്ടുകാരും കൂടെ പെട്ടെന്ന് ഇടിച്ചു. അവരറിഞ്ഞില്ല. അങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം. ഒരു പ്രകോപനം. മരിച്ച് കൊണ്ടുവന്നതിന് അവിടെയാണ് കൊണ്ടുവന്ന 4-5 കൊണ്ടുവന്ന് അടക്കവും കഴിഞ്ഞ് 41 കൂടെ വന്നപ്പോഴാണ് എല്ലാം 8 മുറിച്ച് മൈതാനമാക്കിയിട്ടേക്കുന്നത്. അന്ന് കേസിന് ഇറങ്ങിയാണ്. ജീവിതത്തിലുടനീളം കേസും വഴക്കുമായി ഇപ്പോ വീട്ടിനു ചുറ്റും ഈ മഴക്കാലത്തും ചവറ്റുകൂനയുമായി നിൽക്കുകയാണ് ഈ സത്യഭാമ എന്ന അമ്മ. അവർ പറയുന്നു അവർക്ക് വയസ്സ് 68. എന്നാൽ പഞ്ചായത്തിലൊരു അംഗം എന്നെ കാണിച്ച ഇവരുടെ ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് 1947 എന്തായാലും ഹരിതകർമ്മസേന എന്നും തനിക്ക് പ്രിയങ്കരമാണ്. അതിൽ തുടരണം, അതും പഴയതുപോലെ. അവരെ പുറത്താക്കിയ നടപടിക്കെതിരെ അവർ സമരത്തിന് പോകാൻ ഒരുങ്ങുകയാണ് ഈ പ്രായത്തിലും. എന്താണ് ഇതിനൊരു പോംവഴി?